സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴൊക്കെ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ താഴ്ത്തി സംസാരിക്കുമ്പോൾ, വില കുറച്ച് സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ വിമർശിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ മിണ്ടാതിരിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ വചനം ഇത് നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ കളിയാക്കപ്പെടും, അല്ലെങ്കിൽ വിമർശിക്കപ്പെടും. എന്തിനാ ഞാനിവിടെ കയറി ഇടപെടുന്നേ, അവരെന്തേലും പറഞ്ഞോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഈശോയെ ഏറ്റു പറയുകയാണെങ്കിൽ എന്ത് കിട്ടും, എന്ത് പ്രതിഫലമുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങളാണ്. 32-ാമത്തെ വാക്യം വചനം പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. വളരെ സിമ്പിളാണ്. ഈശോ പറയുവാണ്, ഇന്ന് നിൻ്റെ അയൽക്കാരൻ്റെ മുമ്പിൽ, നിൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, നിൻ്റെ സഹപാഠികളുടെ അല്ലെങ്കിൽ നിൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റു പറയുന്നെങ്കിൽ, ദൈവത്തെ ഏറ്റു പറയുന്നെങ്കിൽ, ദൈവവചനത്തെ ഏറ്റു പറയുന്നെങ്കിൽ, ദൈവം പറയുവാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഞാനും സംസാരിക്കും. നിൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെ നിനക്ക് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും, ചില പാപത്തിലൊക്കെ നീ വീണ് പോയിട്ടുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. പറയുന്ന ആരാണ്? നമ്മുടെ കർത്താവായ ഈശോ ആണ്. ഇനി വീണ്ടും അടുത്ത വചനം 33-ാമത്തെ വചനം പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പല രീതിയിൽ തള്ളിപ്പറയാൻ പറ്റും. വേണമെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട്, പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റും. ഈശോയ്ക്കെതിരായി സംസാരിച്ചുകൊണ്ട്, ഊദാശകൾക്കെതിരായി സംസാരിച്ചുകൊണ്ട്, ദൈവവചനത്തിനും ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരായി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ തള്ളിപ്പറയാൻ ഒരു സാധ്യത. രണ്ടാമത്തെ ഒരു സാധ്യതയാണ്, മറ്റുള്ളവരൊരു പക്ഷേ ഈശോയെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുമ്പോൾ മൗനമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈശോയെ തള്ളിപ്പറയുക. അങ്ങനെ മൗനമായിട്ടും തള്ളിപ്പറയാൻ പറ്റും. പറയേണ്ടടുത്ത് നമുക്കറിയാം, നമുക്ക് ബോധ്യമുണ്ട്, പക്ഷേ നമ്മൾ പറയാൻ കൂട്ടാക്കുന്നില്ല, ഈശോ ഏറ്റു പറയാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവിൻ്റെ അനുഭവം നമുക്കുണ്ട്. പക്ഷേ നമ്മളത് ഒരുപക്ഷെ നാണക്കേട് ഭയന്നിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയൂ എന്നുള്ള ചിന്തയിൽ, ഞാൻ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരുന്ന് ഈശോയെ തള്ളിപ്പറയും. അപ്പോൾ ഈശോ പറയുവാണ്, അതേ കാര്യം തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമുക്കെതിരെ ഈശോ ചെയ്യും. നമ്മൾ ഏറ്റുപറഞ്ഞാൽ നമുക്ക് വേണ്ടി ഏറ്റുപറയും, നമ്മൾ തള്ളിപ്പറഞ്ഞാൽ നമുക്ക് വേണ്ടി തള്ളിപ്പറയും. അങ്ങനെയെങ്കിൽ ഈശോയെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.